എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. എന്താണ് ഇത്ര അഗ്രസീവായിട്ട് പെരുമാറാൻ നവീൻ കാരണം? എന്തുടെ പ്രശ്നം? അടികൊള്ളാത്ത സൂക്കേട് തന്നെ. ലാലേട്ടാ, ഞാൻ ഇന്റൻഷനലി ചെയ്ത് അങ്ങനെയല്ല. എനിക്ക് ഈ ഇത് ഇന്റൻഷനലി അല്ലാതെ പിന്നെ എന്താ എങ്ങനെയാ ചെയ്യുന്നത്? അതൊരു ചോദ്യം. ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെയാണ് പ്രതികരിച്ചത്. പിന്നെ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ഞാൻ ഭയങ്കര ഇതായിട്ട് ആ കവർ ഞാൻ എറിഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാലോ ഒരു ഫുൾ പാലിന്റെ പാക്കറ്റാണ് എറിഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും അത് ഹേർട്ടാവും. അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പുറത്തുനിന്ന് ഈ കുറച്ച് പേര് വരുമ്പോഴൊക്കെ നെവിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്, നെവിനെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതെന്നൊക്കെ നെവിനെ അറിയുമ്പോൾ തന്നെ നെവിന് പിന്നെ പേടിയില്ല. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അപ്പോൾ നെവിന് അറിയാം, നെവിൻ ഇവിടെ നിന്ന് പോയാലും നെവിന് തിരിച്ചു കൊണ്ടുവരും. ആ ഒരു പേടിയൊന്നുമില്ല. പിന്നെ അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അയ്യോ, അത് വെറും തോന്നല. പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത്. ആരാണ് പറഞ്ഞത് നെവിനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലെയർ എന്ന്? നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജനസമയം. അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ വേണ്ട. നോക്കിയിരുന്നോ? ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? ഇല്ല, ഒരിക്കലും ഇല്ല. പിന്നെന്താ? ഞാൻ അത് അനുമോളുടെ മാത്രം ഒരു ചിന്ത. നെവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. എന്റെ അടുത്ത് വന്നിട്ട് നീ പുരുഷനാണോ, നീ ഒരു ആണാണോ? ആരെങ്കിലും വിചാരിക്കും എങ്ങനെ എടുത്തനാണ്? നീ ആരടാ? പെണ്ണുങ്ങളുടെ ഒപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും. നീ ആരടാ? സകലകലാവല്ല. എന്താണ് മുടി വെട്ടി നടക്കുന്നതാണോ ആണിന്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. സ്വാഭാവികം. എനിക്ക് മനസ്സിലായത് ഇത് തുടങ്ങിയത് ആർട്ടിഫിഷ്യൽ കുലശ്രീ ആർട്ടിഫിഷ്യൽ തുടങ്ങിയ മുതലല്ലേ? എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? നീ പകപോക്കാണല്ലേടാ. ഞാൻ ഈ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും. അപ്പം എനിക്ക് അത് എന്റെ കണ്ണിൽ തന്നെ പെടും. എന്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കണ്ണിൽ തന്നെ പെടും. അപ്പം ഞാനും ബേസിക്കലി ഞാൻ ട്രിഗർ. ഞാൻ ഒരിക്കലും അനുമോളെ പോലെ ഞാൻ നന്മമരം പൂത്തുലയാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. എന്നെ ഇങ്ങോട്ടേക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതേപോലെ തന്നെ ട്രിഗർ ചെയ്യും. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും തോന്നുന്നു കൊള്ളും. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. ഇപ്പൊ ഇതെന്താണ്? ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇതിന് മറുപടി പറയാനായിട്ട് അറിയില്ല. ഞാൻ മറുപടി പറയാം. ഇരുന്നോളൂ. നെവിൻ എവിക്ഷനിലുള്ള ആളല്ലേ? പോയി, ഇവിടുത്തെ പണി പോയി. നെവിൻ എവിക്ഷനിൽ പുറത്ത് പോയില്ലെങ്കിൽ, ഇന്ന് പുറത്ത് പോയില്ലെങ്കിൽ, അതാണ് ഞാൻ ഒന്നുകൂടെ പറയാം, പുറത്ത് പോയില്ലെങ്കിൽ ആ സമയത്ത് എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും.